ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ജനുവരി മുതൽ തൊട്ടിട്ട് ഇതിപ്പോ ഓഗസ്റ്റ് ഇത്ര പകുതി വരെ ആയില്ലേ. ഈ പകുതി വരെ നടന്ന എക്സാമിന്റെ ഓഗസ്റ്റ് പകുതി വരെ നടന്ന എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? നമുക്കൊരു കാര്യം ചെയ്യാം. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് ഒരു PSC ഉദ്യോഗാർത്ഥി എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം അല്ലെ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഞാൻ ഒരൊറ്റ പ്രാവശ്യം നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. റിപ്പീറ്റേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്ലാസ് സ്പീഡ് ആണെങ്കിൽ സ്പീഡ് കമ്മിയാക്കുക കേട്ടോ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് പരിസരത്ത് കൂടിയിട്ട് അല്ലെ. വൈക്കം മഹാദേവ ക്ഷേത്രം കേട്ടോ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ, അമ്പലത്തിലേക്ക് കടക്കാനല്ല കേട്ടോ, ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 ഏതാണ്? മാർച്ച് മാസം അല്ലെ. മാർച്ച് മാസം 30-ാം തീയതിയാണ് കേട്ടോ. മാർച്ച് മാസം 30-നാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം അല്ലെ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ, സത്യാഗ്രഹം ചെയ്തത് ആരൊക്കെയാണ്? ഒന്ന് കുഞ്ഞാപ്പി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, പിന്നെ ആരാണ്? ഗോവിന്ദ പണിക്കർ കേട്ടോ. ഗോവിന്ദ പണിക്കർ. ഓക്കെ ആണോ? അപ്പൊ ഈ കുഞ്ഞാപ്പി എന്ന് പറയുന്നത് പുലയ വിഭാഗം ആണ് കേട്ടോ. പുലയ വിഭാഗമാണ്. ബാഹുലേയൻ ഈഴവ വിഭാഗമാണ്. ഗോവിന്ദ പണിക്കർ നായർ സമുദായവും ആയിരുന്നു കേട്ടോ. നായർ സമുദായവും ആയിരുന്നു. ഓക്കെ ആണോ? അത് നമ്മൾ അവിടെ പഠിച്ചു അല്ലെ. ഈ അയിത്തം അല്ലെ, നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നതിന് അയിത്തമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. അവിടെ ചുറ്റും നമുക്ക് പ്രവേശനം ഇല്ലാതിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ 1923 ഇപ്പൊ നമ്മൾ പറഞ്ഞു 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ 1923 INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തില്, ഏത് സമ്മേളനമായിരുന്നു? കാക്കിനഡ സമ്മേളനത്തില്. ഏത് സമ്മേളനമാണ്? കാക്കിനഡ സമ്മേളനത്തില് അയിത്തത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് ആര്? വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അത് TK മാധവനാണ്. ആരാണ്? TK മാധവനാണ്. ഓക്കെ ആണോ? ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇവിടെ സത്യാഗ്രഹം ചെയ്ത വ്യക്തികളാണ് നമ്മൾ കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദ പണിക്കരും പറഞ്ഞത്. എങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഒന്ന് TK മാധവൻ, വെരി വെരി ഇമ്പോർട്ടന്റ്. TK മാധവനും പിന്നെ ആരാണ്? KP കേശവമേനോനുമാണ്. TK മാധവൻ ആൻഡ് KP കേശവമേനോൻ മെയിൻ നേതാക്കളാണ് കേട്ടോ. ഇവര് രണ്ടുപേരും TK മാധവൻ ആൻഡ് KP കേശവമേനോൻ. മറ്റു നേതാക്കളും ഉണ്ട് കേട്ടോ. പഠിച്ചു വെക്കുക. CV കുഞ്ഞിരാമൻ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ അല്ലെ, ആരാണ് ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കാം. CV കുഞ്ഞിരാമൻ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കേളപ്പൻ വരുന്നുണ്ട്. CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, പിന്നെ കുരൂർ നീലകണ്ഠ പിള്ള കേട്ടോ. ഇവരൊക്കെ ആയിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ വൈക്കം സത്യാഗ്രഹ സമയത്ത് അവർ ആശ്രമമായിട്ട് ഉപയോഗിച്ചത് എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹ സമയത്ത് ആശ്രമമായി ഉപയോഗിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ വെല്ലൂർ മഠമായിരുന്നു കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ വെല്ലൂർ മഠമായിരുന്നു അവർ ആശ്രമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണോ? പഠിച്ചു അല്ലെ. അങ്ങനെ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ പ്രേരണയാല് വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചത് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആചാര്യ വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചത്. അവിടെ അത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചിട്ട് എത്തിയ ദേശീയ തലത്തിലുള്ള നേതാക്കളാണ് ഒന്ന് ഗാന്ധിജിയും അതുപോലെ തന്നെ EV രാമസ്വാമി നായ്ക്കരുമാണ് എത്തിയ ദേശീയ നേതാക്കൾ കേട്ടോ. ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തന്നെയാണ് ഗാന്ധിജി എന്തായത്? 1925 ഗാന്ധിജി 5 തവണ നമ്മുടെ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അല്ലെ. അതിലെ രണ്ടാമത്തെ കേരള സന്ദർശനമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് 1925 രണ്ടാമത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം. മനസ്സിലാകുന്നുണ്ട് അല്ലെ. അപ്പൊ രണ്ടാമത് സന്ദർശിച്ചു. അങ്ങനെ ഗാന്ധിജി അല്ലെ. ഇപ്പൊ നമുക്ക് പഠിക്കാം.
പഠിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു കേട്ടോ. വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത്, അതായത് 1924 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എപ്പോഴാണ്? 1925 ആ അവസാനിക്കുന്ന സമയത്ത് ആരായിരുന്നു? സേതു ലക്ഷ്മിബായി ആണ്. റാണി സേതു ലക്ഷ്മിബായി ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ഗാന്ധിജി ഇവിടെ എത്തി പറഞ്ഞു 1925 കേരളത്തിൽ എത്തി പറഞ്ഞു അല്ലെ. ആ 25 ഗാന്ധിജി എത്തുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഇവിടെ 25 ആരാണ്? സേതു ലക്ഷ്മിബായി ആണ് അല്ലെ. അപ്പോ ഇവിടെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം, നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന മേഖല, വൈക്കം സത്യാഗ്രഹ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനാണോ അതോ വൈക്കം സത്യാഗ്രഹത്തിന് ചുറ്റും സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, വൈക്കം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനല്ല കേട്ടോ വൈക്കം സത്യാഗ്രഹം കേട്ടോ. അതായത് അതിനു മുൻപിലൂടെ പൊതുനിരത്തുകളിലൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹമാണ് ഇവര് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് തുടങ്ങിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ അല്ലെ എന്താണ്? സവർണ ജാഥ ഇതിനോടനുബന്ധിച്ചിട്ട് നടന്നതാണ് ആണ് അല്ലെ. മന്നത്ത് പത്മനാഭനാണ് അല്ലെ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? സവർണജാഥ സംഘടിപ്പിക്കുന്നത്. ആരുടെ പ്രേരണ കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സവർണജാഥ നടത്താൻ കാരണം? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്യുന്നത്? സവർണജാഥ നടത്തുന്നത് കേട്ടോ. സവർണജാഥ നടത്തുന്നത് ആരുടെ അഭിപ്രായ പ്രകാരമാണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ മാസം കേട്ടോ. 1924 നവംബർ 1 തുടങ്ങിയിട്ട് നവംബർ മാസം എത്രാം തീയതിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്? നവംബർ 12 തീയതിയാണ് കേട്ടോ. നവംബർ 12 അപ്പോ ഇവിടെ എന്താണ്? സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. ശരിയായ പ്രസ്താവനയാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയാണ്, നമ്മൾ പറഞ്ഞു അല്ലെ. ദേശീയ നേതാക്കളായ ഗാന്ധിജിയും EV രാമസ്വാമി നായ്ക്കറും പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ശരിയാണ് അല്ലെ. തുടങ്ങുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളാണെങ്കിൽ അവസാനിക്കുന്ന സമയത്ത് സേതു ലക്ഷ്മിബായി ആയിരുന്നു അല്ലെ. ഗാന്ധിജി കേരള സന്ദർശനം നടത്തുമ്പോഴും തിരുവിതാംകൂർ ഭരണാധികാരി ആര് തന്നെയായിരുന്നു? സേതു ലക്ഷ്മിബായി ആയിരുന്നു. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യമാണോ? ക്ഷേത്രപ്രവേശനമാണോ? അല്ല അല്ലെ. ക്ഷേത്രപ്രവേശനമല്ല, ക്ഷേത്രത്തിന് പരിസരത്തിലൂടെ നടക്കാനുള്ളതിനായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ 1, 2, 3 ശരിയാണ് അല്ലെ. 1, 2, 3 ശരിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചല്ലോ. അപ്പൊ ഇനി വൈക്കം സത്യാഗ്രഹമായിട്ട് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിന്റെ ബാലൻസ് ഞാൻ ചർച്ച ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ചിലപ്പോൾ കെമിസ്ട്രിയുമായിട്ട് അത്ര ബന്ധമില്ലെങ്കിലും ചെറുതായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കേരള മീഡിയ അക്കാദമി ശരിയായ ജോഡിയാണ് പറഞ്ഞിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, കേരള ലളിതകല അക്കാദമി. ഇപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ, ഒന്ന് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്താണ്, ശരിയായ പ്രസ്താവനയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്. കേരള മീഡിയ അക്കാദമി തെറ്റാണ്. കേരള ലളിതകല അക്കാദമിയും തെറ്റാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് തിരിച്ചിട്ടു കേട്ടോ. ഇത് തിരിച്ചിട്ടു. മനസ്സിലാവുന്നുണ്ടോ? കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം ഇത് ഇവിടെ വരേണ്ടതാണ് കേട്ടോ. കൊച്ചിയിലെ കാക്കനാടാണ് കേരള മീഡിയ അക്കാദമി. 1979 ആരംഭിക്കുന്നത്. കേരള ലളിതകല അക്കാദമി അവിടുന്ന് അതിങ്ങോട്ട് തിരിച്ചിടുക, തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരാണ്. ഓക്കെ, 1962 കേരള ലളിതകല അക്കാദമി. ഇപ്പൊ കേരള ലളിതകല അക്കാദമിയുടെ അധ്യക്ഷൻ ആരാണ്? ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ് കേട്ടോ. മുരളി ചീരോത്താണ് ഇപ്പോഴത്തേത്. കണ്ടപ്പേർ ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ കേരള മീഡിയ അക്കാദമി കൊച്ചി കാക്കനാടാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്. കേരള ലളിതകല അക്കാദമി തൃശ്ശൂരാണ്. അപ്പൊ പ്രസ്താവനകൾ 2ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. നെക്സ്റ്റ് വൺ, 1812 വയനാട്ടിൽ നടന്ന കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിക്കാം. കുറിച്യർ കലാപത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ആൻസറിലേക്ക് അങ്ങോട്ട് എത്താൻ നോക്കാം കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത് അറിയാവുന്നവർ എന്ത് ചെയ്യുക? പോസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എനിക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. നമുക്കെന്നാ നോക്കാം. കുറിച്യർ കലാപത്തെ കുറിച്ചിട്ട് ഒന്നാമത്തെ പോയിന്റ് പഠിക്കേണ്ടത്
1812 വയനാട് ആണ് കുറിച്യർ കലാപം ആരംഭിച്ചത്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ ഗോത്ര വിഭാഗങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിലിടയിൽ കൂടെ വേറൊരു ഗോത്രവർഗ വിഭാഗത്തെ കൂടി ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏതാണ് ഗോത്രവർഗക്കാര്? കുറിച്യരും കുറുമ്പരുമാണ് കേട്ടോ. ഇവര് മാത്രമേ ഉള്ളൂ, വേറെ ആര് ചോദിച്ചാലും അതിൽ എഴുതരുത് കേട്ടോ. കുറിച്യരും കുറുമ്പരും ഗോത്രവർഗ വിഭാഗക്കാരാണ് എന്ത് ചെയ്തത്? ഇവരുടെ മേല് ബ്രിട്ടീഷുകാര് എന്ത് ചെയ്തു? അമിത നികുതി നികുതി ഏർപ്പെടുത്തിയതാണ് ഗോത്ര കലാപത്തിന്, കുറിച്യർ കലാപത്തിന് കാരണമായത് അല്ലെ. കുറിച്യർ കലാപത്തിന്റെ നേതാവ്, കുറിച്യർ ലഹളയുടെ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. രാമൻ നമ്പിയാണ് കുറിച്യർ കലാപത്തിന്റെ നേതാവ്. അതേപോലെ തന്നെ രാമൻ നമ്പി ഒറ്റയ്ക്ക് പ്രവർത്തിച്ച കിട്ടോ? ലഹളയില് നേതൃത്വം കിട്ടുമ്പോഴത്തേക്ക് ഒപ്പം പറ്റില്ല അല്ലെ, കൂടെ മറ്റുള്ളവരും ഉണ്ടാകണം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട മറ്റു രണ്ട് വ്യക്തികളാണ് 1000 വീട്ടിൽ കോന്തപ്പനും, ആരാണ്? ഗോത്രവർഗ വിഭാഗങ്ങളാണ് അല്ലെ. അപ്പൊ ആ പേര് ആയിരിക്കും അല്ലെ. 1000 വീട്ടിൽ കോന്തപ്പനും വെൺകലോൻ കേളുവുമാണ് കേട്ടോ. എന്താണ്? വെൺകലോൻ കേളുവും ആയിരുന്നു മറ്റുള്ള നേതാക്കളെ കേട്ടോ. ഈ രാമൻ നമ്പിയായിരുന്നു നമ്മൾ നേതാവ് എന്ന് പറഞ്ഞു അല്ലെ. എന്ത് ചെയ്തു? ഈ കലാപത്തിന്റെ ഫലമായിട്ട് രാമൻ നമ്പിയെ പിടികൂടിയിട്ട് വധിച്ചു കേട്ടോ. ആര്? ബ്രിട്ടീഷുകാര്. 1812 മെയ് മാസം 1-ാം തീയതി രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാര് പിടിച്ചു വധിക്കുകയാണ് ചെയ്തത്. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത്. കുറിച്യർ ലഹള, ബ്രിട്ടീഷുകാര് കുറിച്യർ ലഹള അടിച്ചമർത്തിയത് എപ്പോഴാണ്? 1812 മെയ് മാസം 8-ാം തീയതിയാണ് കുറിച്യർ കലാപത്തെ ബ്രിട്ടീഷ് സൈന്യം അടിച്ചമർത്തുന്നത്. അതേപോലെ തന്നെ ഈ കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കുമാരൻ വയലേരിയാണ് കേട്ടോ. കുമാരൻ വയലേരി ആണ് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി ആണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു നമ്മുടെ ബ്രിട്ടീഷ് വിഭാഗത്തിലെ തന്നെ TH ബേബർ നമ്മുടെ SCRT കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. TH ബേബർ കുറിച്യർ കലാപത്തെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കാണ്, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ, അതായത് ഈ ഗോത്ര വിഭാഗങ്ങള് 1 മാസം കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിരുന്നുവെങ്കിൽ എന്തായനെ? രാജ്യം മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ ആണ്. മനസ്സിലായോ? അപ്പൊ കുറിച്യർ കലാപത്തെ കുറിച്ചിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? 1812 വയനാട്ടിലാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കുറിച്യർ ലഹള? എന്തായിരുന്നു? ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേല് ബ്രിട്ടീഷുകാര് അമിതമായ നികുതി ചുമത്തിയതാണ് എന്തിന്? കുറിച്യർ കലാപത്തിന് കാരണമായത്. കുറിച്യർ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പിയായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കളായിരുന്നു കോന്തപ്പനും വെൺകലോൻ കേളുവും. 1812 മെയ് 1-ാം തീയതി ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ പിടികൂടിയിട്ട് എന്ത് ചെയ്തു? വധിച്ചു. 1812 മെയ് 1-ന്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുറിച്യർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷ് സൈന്യം കുറിച്യർ ലഹളയെ അടിച്ചമർത്തിയത് 1812 മെയ് മാസം 8-ാം തീയതിയാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. TH ബേബർ ആണ് കുറിച്യർ ലഹളയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായി എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് TH ബേബർ ആണ്. നെക്സ്റ്റ് വൺ, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഇതിലേതാണ്? പണ്ഡിറ്റ് കറുപ്പന്റേതാണ് അല്ലെ. ജാതിക്കുമ്മി. പണ്ഡിറ്റ് കറുപ്പന്റേതാണ് ജാതിക്കുമ്മി. പ്രാചീന മലയാളം. അപ്പൊ ആൻസർ D ആണ് കേട്ടോ. പ്രാചീന മലയാളം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ് പ്രാചീന മലയാളം. അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടേതാണ് അഖിലത്തിരുട്ട്. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് അല്ലേ. അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളുടേതാണ് സമത്വ സമാജം. നമ്മുടെ കേരള നവോത്ഥാനത്തിൽ തന്നെ ആദ്യത്തെ സംഘടനയാണ് കേട്ടോ. അതായത് ആദ്യത്തെ സംഘടനയാണ് ഏത്? 1836. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1836 വൈകുണ്ഠ സ്വാമികളുടേതാണ് സമത്വ സമാജം എന്ന
വൈകുണ്ഠ സ്വാമികളുടെ സംഘടനയാണ് ആദ്യം വന്ന നമ്മുടെ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വന്ന സംഘടനയാണ് 1836 വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജം. പഠിച്ചു വെക്കണേ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജം. അതുപോലെ തന്നെ ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആരുടേതാണ്? ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആരുടേതാണ്? ആരുടേതാണ്? പൽപ്പുവിൻ്റെതാണ് അല്ലെ? ഡോക്ടർ പൽപ്പുവിൻ്റെതാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ കേട്ടോ. അത് 1896 വന്നിട്ടുള്ള സംഘടനയാണ്. പിന്നെ ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1903 ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിക്കുന്നത് അല്ലെ? SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി കേട്ടോ 1907 അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന യോഗം, സാധുജന പരിപാലന സംഘം അല്ലെ? സാധുജന പരിപാലന സംഘം 1907 അരയ സമാജം സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? അരയ സമാജം പണ്ഡിറ്റ് കറുപ്പന്റേത്, അതും 1907 പണ്ഡിറ്റ് കറുപ്പന്റേതാണ് അരയ സമാജം. രണ്ടും 1907 കേട്ടോ. പിന്നെ നമ്മുടെ PRDS അല്ലെ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അത് 1909 കേട്ടോ. PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാന്റേതാണ് കേട്ടോ. പൊയ്കയിൽ യോഹന്നാൻ. പിന്നെ ഏതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിക്കുന്നത്? പിന്നെ ഏതാണ്? NSS അല്ലെ? NSS സ്ഥാപിതമായ വർഷം 1914 അല്ലെ? മന്നത്ത് പത്മനാഭനാണ് അല്ലെ? നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ്. 1914 അരയവംശ പരിപാലന യോഗം 1916 കേട്ടോ. 1916 അരയവംശ പരിപാലന യോഗം. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് തരുന്നത്. വേലുക്കുട്ടി അരയന്റേതാണ് കേട്ടോ. വേലുക്കുട്ടി അരയൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? 1836 വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജം. 1896 ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ഡോക്ടർ പൽപ്പ് കൊണ്ടുവരുന്നത്. അതെല്ലാം സംഘടനകളാണ്. 1903 ശ്രീനാരായണ ഗുരുവിന്റെ SNDP. 1907 അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം. 1907 തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പിന്റെ അരയ സമാജം. 1909 PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കൽ യോഹന്നാന്റേത്. 1914 NSS നായർ സർവീസ് സൊസൈറ്റി ആരുടേതാണ്? മന്നത്ത് പത്മനാഭന്റേതാണ്. 1914 അരയവംശ പരിപാലന യോഗം വേലുക്കുട്ടിയാരെയും കൊണ്ട്. അതേപോലെ തന്നെയാണ് 1917 സഹോദര സംഘം സ്ഥാപിക്കുന്നത് K അയ്യപ്പനാണ്. സഹോദര സംഘം കേട്ടോ. സഹോദര സംഘം K അയ്യപ്പൻ. പിന്നെ ഏതാ സംഘടനകൾ വരുന്നത്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭ 1918 ബ്രഹ്മാനന്ദ ശിവയോഗി കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് ആനന്ദ മഹാസഭ. പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അല്ലെ? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. പിന്നെ ഏതാ പഠിക്കാനുള്ളത് നമുക്ക്? ധർമ്മ പരിപാലന സംഘം 1915 വക്കം അബ്ദുൽ. അതേപോലെ തന്നെ വക്കം മൗലവിയുടെ മറ്റൊന്നതാണ് ഏത്? മുസ്ലിം ഐക്യ സംഘം അല്ലേ? മുസ്ലിം ഐക്യ സംഘം ആരുടേതാണ്? വക്കം മൗലവിയുടേതാണ്. ജാതിനാശിനി സഭ മുസ്ലിം ഐക്യ സംഘം സ്ഥാപിക്കുന്നത് 1922 കേട്ടോ. വക്കം മൗലവി തന്നെയാണ്. അതേപോലെ 1933 ജാതിനാശിനി സഭ കേട്ടോ. ഇതെല്ലാം സംഘടനകളാണ്. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥന്റേതാണ് കേട്ടോ. ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. അതേപോലെ 1938 ദേശസേവികാ സംഘം എന്ന സംഘടന. ദേശസേവികാ സംഘം ആരുടെയാണ്? അക്കാമ ചെറിയാന്റേതാണ് കേട്ടോ. ആരുടേതാണ്? അക്കാമ ചെറിയാൻ. ഓക്കെ ആണോ? അതേപോലെ തന്നെ 1970 അല്ലെ? 1970 വന്നതാണ് കേരള പുലയ മഹാസഭ. കേരള പുലയ മഹാസഭ ആരുടേതാണ്? PK ചാത്തൻ മാസ്റ്ററുടേതാണ് അല്ലെ? PK ചാത്തൻ മാസ്റ്റർ.
PK ചാത്തൻ മാസ്റ്റർ. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഘടനകളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കേട്ടോ. അദ്ദേഹത്തിന്റെ നാടകമാണ് ഇത്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ളത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ളത് നാടക വിഭാഗത്തിൽ വരുന്നതാണ് കേട്ടോ. 1920 കേട്ടോ. 1920 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം ഏത് മാസികയിലാണ് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്? ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലാണ് കേട്ടോ. ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലാണ് അദ്ദേഹം ഇത് പുറത്തിറക്കുന്നത്. ഓക്കെ, ഉണ്ണി നമ്പൂതിരി കേട്ടോ. അതുപോലെ തന്നെ ഈ VT ഭട്ടതിരിപ്പാടിന്റെ ഈ VT എന്നുള്ളത് എന്താണ്? VTയുടെ ഫുൾ ഫോം എന്താണ്? വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ കേട്ടോ. VT എന്നുള്ളത് വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ, വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് VT ഭട്ടതിരിപ്പാടിന്റെ യഥാർത്ഥ നാമം ട്ടോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സംഘടനയുണ്ട്, നമ്പൂതിരി യുവജന സംഘം ട്ടോ. അദ്ദേഹത്തിന്റെ സംഘടന ഏതാണ്? നമ്പൂതിരി യുവജന സംഘം. നമ്പൂതിരി യുവജന സംഘം ട്ടോ. നമ്പൂതിരി യുവജന സംഘം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടിൻ്റെതാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് 1908 വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 1908 ജനുവരി 31 യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത്. യോഗക്ഷേമ സഭ ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ യോഗക്ഷേമ സഭയില് പ്രധാനപ്പെട്ട അംഗമായിരുന്നു ആര്? VT ഭട്ടതിരിപ്പാട് കേട്ടോ. എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങള്? യോഗക്ഷേമ സഭയുടെ ലക്ഷ്യങ്ങള് ബഹുഭാര്യാത്വം നിരോധിക്കുക, ഒന്നിലധികം ഭാര്യമാരുള്ളത് കേട്ടോ. ബഹുഭാര്യാത്വം എന്താണ്? നിരോധിക്കുക. വിധവാ വിവാഹം നടപ്പാക്കുക കേട്ടോ. വിധവാ വിവാഹം നടപ്പാക്കുക. പിന്നെ എന്തൊക്കെ വരും? ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അതുപോലെ വൃദ്ധവിവാഹം തടയുക. ഇതൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങൾ കേട്ടോ. യോഗക്ഷേമ സഭയുടെ ലക്ഷ്യങ്ങള്. നമ്പൂതിരി എന്താണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താ ചോദിച്ചാ, നമ്പൂതിരി സമുദായത്തിന് വേണ്ടിയിട്ട് കേട്ടോ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? VT ഭട്ടതിരിപ്പാട്. 1908 യോഗക്ഷേമ സഭ ഓർക്കണം. 1920 ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ VT എന്നുള്ളതിന്റെ യഥാർത്ഥ നാമം വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ എന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന കേട്ടോ. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം പഠിക്കണം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. നമ്പൂതിരിയെ മനുഷ്യനാക്കുക. നമ്പൂതിരിയെ മനുഷ്യനാക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു 1920 ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച അല്ലെ മാസിക എന്ന് പറഞ്ഞു അല്ലെ. പക്ഷേ ഈ നമ്മുടെ എക്സാം ഓഫ് യുവിൽ പഠിക്കുകയാണെങ്കിൽ ഈ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ളത് 1929 കേട്ടോ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ച വർഷം എപ്പോ എന്ന് ചോദിച്ചാൽ 1929 VTയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച വർഷം 1929 എന്നാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? കണ്ണീരും കിനാവും അല്ലേ. ആത്മകഥ കണ്ണീരും കിനാവും. അപ്പൊ കണ്ണീരും കിനാവും പഠിക്കണം, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പഠിക്കണം, യോഗക്ഷേമ സഭ പഠിക്കണം, അദ്ദേഹത്തിന്റെ സംഘടന നമ്പൂതിരി യുവജന സംഘം പഠിക്കണം. ഒക്കെയാണോ? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വതന്ത്ര സമര പോരാളി. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി അക്കാമ ചെറിയാനാണ് അല്ലെ. അതായത് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഗാന്ധിജി ആണ് കേട്ടോ. ഗാന്ധിജിയാണ് അവരങ്ങനെ വിശേഷിപ്പിച്ചത്. കേരളത്തിന്റെ ജവാൻ ഓഫ്
ആർക്ക് എന്നറിയപ്പെടുന്നതും കേരളത്തിന്റെ കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. അവരുടെ ജന്മസ്ഥലം എവിടെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാഞ്ഞിരപ്പള്ളിയാണ് കേട്ടോ. കാഞ്ഞിരപ്പള്ളിയിലാണ് അവര് ജനിക്കുന്നത്. 1909 ജനിച്ചിട്ട് 1982 അവരുടെ മരണം. അതേപോലെ തന്നെ രാജധാനി മാർച്ച്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാജധാനി മാർച്ച് സംഘടിപ്പിച്ചത് എന്തിനാണ്? രാജധാനി മാർച്ച് ഏത് വർഷമാണ്? 1938 ഉത്തരവാദ ഭരണം പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എവിടെ മുതൽ എവിടെ വരെയാണ്? തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ കേട്ടോ. കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് സംഘടിപ്പിച്ചത് ആരായിരുന്നു? അക്കാമ ചെറിയാനാണ്. ആ സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു കേട്ടോ. ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയായിരുന്നു ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. അതേപോലെ തന്നെ സ്ത്രീകളുടെ ഒരു സന്നദ്ധ സേവാ സംഘമായിരുന്നു ദേശസേവികാ സംഘം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദേശസേവികാ സംഘം അക്കാമ ചെറിയാന്റേതാണ്. 1938 അതുപോലെ തന്നെ അവരുടെ ആത്മകഥ ഏതാണ്? അക്കാമ ചെറിയാന്റെ ആത്മകഥ ഏതാണ്? ജീവിതം ഒരു സമരം ട്ടോ. ജീവിതം ഒരു സമരം ആത്മകഥ. അവരുടെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? 1114 കഥ. 1114 കഥ അവരുടെ പ്രധാനപ്പെട്ട കൃതിയും അവരുടെ ആത്മകഥ ജീവിതം ഒരു സമരവും. സ്ത്രീകളുടെ സന്നദ്ധ സംഘമായിരുന്നു ദേശസേവികാ സംഘം 1938. രാജധാനി മാർച്ച് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് 1938 തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് സംഘടിപ്പിച്ചത്. 1909 ജനിച്ചു 1982 മരണം. കാഞ്ഞിരപ്പള്ളിയിലാണ് ജനനം. ജോവാൻ ഓഫ് ആർക്ക് കേരളത്തിന്റെ അല്ലെ. അതേപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ ഇവരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്താണ് കേട്ടോ. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തിലാണ് ഇവരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. വെള്ളയമ്പലം, തിരുവനന്തപുരം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അക്കാമ ചെറിയാൻ എന്ന കൃതി ആരുടേതാണ്? അക്കാമ ചെറിയാൻ എന്ന കൃതി ആരുടേതാണ്? ആർ പാർവതി ദേവിയുടേതാണ് കേട്ടോ. ആർ പാർവതി ദേവിയുടേതാണ് അക്കാമ ചെറിയാൻ എന്ന കൃതി. ആർ പാർവതി ദേവിയാണ്. അതേപോലെ തന്നെ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് എതിരില്ലാതെ 1947 അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം ഇവരെതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ അക്കാമ ചെറിയാനെ കുറിച്ച് പഠിക്കണം. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? കെ ബി മേനോൻ. കീഴരിയൂർ ബോംബ് കേസാണ് അല്ലെ. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കീഴരിയൂർ ബോംബ് കേസ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 1942 നടന്ന 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ക്വിറ്റ് ഇന്ത്യ അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഏത് നടന്നത്? കീഴരിയൂർ ബോംബ് കേസ് അല്ലെ. കീഴരിയൂർ ബോംബ് കേസിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? കെ ബി മേനോൻ ട്ടോ. കെ ബി മേനോൻ. ഈ കീഴരിയൂർ ബോംബ് കേസ് കേട്ടോ, അതായത് ഈ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ചിട്ടാണ് എന്ന് പറഞ്ഞു അല്ലെ. ഈ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ കുറെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഒന്ന് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ തകർക്കപ്പെട്ടു. ഓക്കെ, ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ തലശ്ശേരി സബ് കോടതി. ഏതാണ്? തലശ്ശേരി സബ് കോടതി. അതുപോലെ നടുവണ്ണൂർ രജിസ്റ്റർ ഓഫീസ്. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തില് തകർക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് കേട്ടോ. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കല്ലു സമരത്തിന് നേതൃത്വം നൽകി. ശരിയായ പ്രസ്താവനയാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതീക്ഷ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് അല്ലെ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? അയ്യങ്കാളിയുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചു. അപ്പൊ രണ്ടാമത്തെ മാത്രമാണ് കേട്ടോ. എ ആണ് ആൻസർ വരിക. അതേപോലെ നമ്മുടെ അയ്യങ്കാളിയെ കുറിച്ചിട്ടല്ലേ എന്നും PSC എക്സാമിന് ഒരു അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, ഇവരൊക്കെ എന്നും ചട്ടമ്പി സ്വാമികള്, ഗുരു, ഇവരൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അല്ലേ. അപ്പൊ നമുക്ക് അയ്യങ്കാളിയെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? അയ്യങ്കാളിയാണ്. അദ്ദേഹം വില്ലുവണ്ടി യാത്ര അല്ലെ. എന്തിനാ വില്ലുവണ്ടി യാത്ര? 1893
അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തുന്നത്? വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ കേട്ടോ, വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ എന്ത് ചെയ്യുന്നുണ്ട്? വില്ലുവണ്ടി യാത്ര നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ ഈ വില്ലുവണ്ടി യാത്ര അദ്ദേഹം സംഘടിപ്പിച്ചത്? ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര കൊണ്ടുപോകുന്നത് കേട്ടോ. 1905 കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു വെങ്ങാനൂര് കേട്ടോ. 1905 പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ, പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വെങ്ങാനൂരിലെ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. അതുപോലെ തന്നെ പെരിനാട് ലഹള അല്ലെ, പെരിനാട് ലഹള എന്താണ് അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ തന്നെ പുലിയ ലഹള നയിച്ച നേതാവ് 1915 അല്ലെ, പുലിയ ലഹള. അതുപോലെ തന്നെ 1907 സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ്. പുലിയ ലഹള 1915, അതിന്റെ മറ്റു പേരുകളാണ് ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള, പുലിയ ലഹള. ഇതൊക്കെ ഒന്നാണ് കേട്ടോ, മൂന്നെണ്ണം ഒന്ന് തന്നെയാണ്. പുലിയ ലഹള, ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള, ഇതൊക്കെ എന്താണ്? അയ്യങ്കാളിയാണ്. 1915 അല്ലെ. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശവകുടീരം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പാഞ്ചജന്യം. അദ്ദേഹത്തിന്റെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ് കേട്ടോ. അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഇന്ദിരാഗാന്ധി ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുറെ കോട്ടിങ്സുകൾ ഉണ്ട് അല്ലെ, വാക്കുകളുണ്ട്. എന്തൊക്കെയാണ്? ഞാനിതാ പുലിയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു അല്ലെ, ഞാനിതാ പുലിയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ മക്കളെ? അയ്യങ്കാളിയാണ്. നെക്സ്റ്റ് വൺ എന്താണ്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ അല്ലേ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യമായിട്ട് സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. അതേപോലെ തന്നെ അയ്യങ്കാളിയുടെ പേരില് ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല, ഏത് സർവകലാശാലയാണ്? അയ്യങ്കാളിയുടെ പേരില് ചെയർ ആരംഭിച്ചത് കേന്ദ്ര സർവകലാശാല കേട്ടോ. കാസർഗോഡുള്ള കേന്ദ്ര സർവകലാശാലയാണ് എന്ത് ചെയ്യുന്നത്? അയ്യങ്കാളിയുടെ പേരില് ചെയർ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തൃശ്ശൂരാണ് കേട്ടോ. അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അയ്യങ്കാളി സ്മാരകം എവിടെയാ? എന്താണ്? ചിത്രകൂടമാണ് കേട്ടോ. അയ്യങ്കാളി സ്മാരകം ചിത്രകൂടം കേട്ടോ. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന് അല്ലെ നമുക്കറിയാം. നമ്മുടെ നവോത്ഥാന കാലഘട്ടങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെ നമ്മൾ എപ്പോഴും പഠിക്കാനുണ്ട് തിരുവിതാംകൂറും കൊച്ചിയും മലബാർ, ഈ 3 ഏരിയ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് എപ്പോഴും പഠിക്കാനുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ തിരുവിതാംകൂറും കൊച്ചിയും കൂടിയിട്ട് ചേർന്നിട്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1 കേട്ടോ. പിന്നീടാണ് എന്താണ് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടി ചേർന്നിട്ടാണ് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് കേട്ടോ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അല്ലെ. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഉരുക്കുമനുഷ്യൻ. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യൻ അറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മ തന്നെയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ തലസ്ഥാനം ഏതായിരുന്നു? ഭരണ തലസ്ഥാനം അതുപോലെ തന്നെ വ്യാപാര തലസ്ഥാനം ഉണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഭരണ തലസ്ഥാനം ഏതാടാ? പത്മനാഭപുരമാണ് കേട്ടോ. പത്മനാഭപുരം കൽക്കുളമാണ് കേട്ടോ. പത്മനാഭപുരം കൽക്കുളം. എങ്കിൽ വ്യാപാര തലസ്ഥാനം ഏതാണ്? വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ് കേട്ടോ. വ്യാപാര തലസ്ഥാനം മാവേലിക്കര. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് അല്ലെ. ഒന്നാം തൃപ്പടിദാനം നടത്തിയ വർഷമാണ് എന്താണ്? ഒന്നാം തൃപ്പടിദാനം നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഭൂ സർവേ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കണ്ടെഴുത്ത് എന്ന പേരില് ഭൂ സർവേ നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഭൂമിയെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഭൂമിയെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്? ദേവസ്വം, നമ്മൾ SCERT പഠിച്ചതാണ് അല്ലെ. ദേവസ്വം, ബ്രഹ്മസ്വം, പിന്നെ ഏതാണ് മക്കളെ? ദേവസ്വം, ബ്രഹ്മസ്വം, പിന്നെ ദാസം അല്ലെ. ദാസം, പണ്ടാരം വക എന്നിങ്ങനെ ഭൂമിയെ എന്ത് ചെയ്തു? അളന്ന് തിട്ടപ്പെടുത്തി അല്ലെ. അങ്ങനെ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കണ്ടെഴുത്ത് ഭൂസർവേ നമ്മൾ പറഞ്ഞു അല്ലെ.
എങ്ങനെയൊക്കെയാണ്? ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക, അങ്ങനെ തിരിച്ചു. അതിന് സഹായിച്ച മാർത്താണ്ഡവർമ്മയുടെ അതായത് നിലം പുരയിടങ്ങളൊക്കെയാണ് അതിൽ എങ്ങനെ ചെയ്തത് കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ പ്രത്യേകമായിട്ട് നിയമിച്ച വ്യക്തി ആരാണ്? മല്ലൻ ശങ്കരനാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. മല്ലൻ ശങ്കരൻ. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഈ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് പ്രത്യേകത പറയുകയാണെങ്കിൽ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് കേട്ടോ. ഗജേന്ദ്രമോക്ഷം ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. അതുപോലെ തന്നെ ശുചീന്ദ്രം കൈമുക്ക് തുടങ്ങിയത് കേട്ടോ. ശുചീന്ദ്രം കൈമുക്ക്, അതായത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് തിളച്ച എണ്ണയിൽ കൈമുക്കുന്നത്. ഇത് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. പക്ഷെ ശുചീന്ദ്രൻ കൈമുക്ക ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അതുപോലത്തെ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ചത് കേട്ടോ. ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവാണ്. മരുമക്കത്തായ സമ്പ്രദായം പ്രകാരം വേണാട്ടില് അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവ് കൂടിയിട്ടാണ് കേട്ടോ. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മ. ഓക്കെ. അതുപോലെ ഉദയഗിരി കോട്ട പുതുക്കി പണിതത് കേട്ടോ. ഉദയഗിരി കോട്ട പുതുക്കി പണിത രാജാവും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയും ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. കേരള സംസ്ഥാനത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ബി അബ്ദുൾ റഹിമാനാണ് കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. പ്രസാദ് കൃഷി വകുപ്പാണ്. പി രാജീവ് വന്നിട്ട് ലോ ആൻഡ് ഇൻഡസ്ട്രീസ് ആണ് കേട്ടോ. ലോ ആൻഡ് ഇൻഡസ്ട്രീസ് ആണ് പി രാജീവ്. ഓക്കെ ആണോ? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല എവിടെയാണ്? ജന്മസ്ഥലം കൊല്ലൂർ അല്ലെ? കണ്ണൻമൂലിയിലാണ്. കൊല്ലൂരാണ് കേട്ടോ. കൊല്ലൂർ, കണ്ണമ്മൂല. അതെവിടെ വരും? തിരുവനന്തപുരം കേട്ടോ. എവിടെയാണ്? തിരുവനന്തപുരമാണ് ആൻസർ വരുന്നത്. തിരുവനന്തപുരമാണ് ജനനം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അയ്യപ്പനാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പനാണ്. ബാല്യകാല നാമം കുഞ്ഞമ്പിള്ള. അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. യഥാർത്ഥ നാമം അയ്യപ്പൻ, ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. പിന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് നമുക്ക് വേറെ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? വേദാധികാര നിരൂപണം ആരുടേതാണ്? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പൊ ഈ വേദാധികാര നിരൂപണത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ വേദാധികാര നിരൂപണം ഈ കൃതിയെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്തൊക്കെയാണ്? വേദപഠനം എന്താണ്? ഇവിടെ വേദം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഈ വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏത് എന്ന് ചോദിച്ചാൽ വേദാധികാര നിരൂപണമാണ്. വേദപഠനം ഹിന്ദുക്കൾക്കും വേണം, അത് ബ്രാഹ്മണർക്കും മാത്രം കുത്തക അവകാശമല്ല എന്ന് പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അതേപോലെ തന്നെ ശൂദ്രന്മാർക്കും, ആർക്കാണ്? ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞ ഫസ്റ്റ് അല്ലെ? പിന്നെ ശൂദ്രന്മാർക്കും വേദപഠനം പഠിക്കാനുള്ള അവകാശമുണ്ടെന്ന് സമർത്ഥിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. കേൾക്കുന്നുണ്ടോ? അടുത്തത് മൂന്നാമത്തത് പഠിക്കാനുള്ളത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതെന്ന് ചോദിച്ചാലും വേദാധികാര നിരൂപണം. തീ പോലെ ഉള്ള വാക്കുകൾ കത്തിപ്പോകാത്തത്, തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏത് ചോദിച്ചാലും വേദാധികാര നിരൂപണമാണ്. പഠിച്ചല്ലോ? വേദാധികാര നിരൂപണം വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കണം. 3 പോയിന്റ് ഇവിടെ പഠിച്ചു വെച്ചു. ഇനി പ്രാചീന മലയാളം. എന്താ ഈ പ്രാചീന മലയാളം? അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് അല്ലെ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഈ പ്രാചീന മലയാളത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇപ്പോ പരശുരാമൻ പറയുന്നുണ്ട് എന്താണ്? പരശുരാമൻ നമുക്കറിയാം മഴുവേറിനിട്ടാണ് കേരളം രൂപീകരിച്ചതെന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ ഈ കേരളം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകി എന്ന് പരാമർശിക്കുന്നുണ്ട്.
പക്ഷെ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? പ്രാചീന മലയാളം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം ആരുടേതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപമല്ല, മോക്ഷപ്രദീപ ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ഓക്കെ, പക്ഷെ മോക്ഷപ്രദീപ ഖണ്ഡനം എന്താണ്? അതായത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപം ആരുടെയാ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി എന്ന് ചോദിച്ചാൽ മോക്ഷപ്രദീപ ഖണ്ഡനമാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ക്രിസ്തുമത ചേതനം. എന്താ ക്രിസ്തുമത ചേതനം? ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തുമത ചേതനം. അടുത്തത് ആദിഭാഷ. ഈ കൃതികളൊക്കെ നന്നായിട്ട് പഠിക്കണേ. ആദിഭാഷ. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴ് ആണ് എന്ന്, ആദ്യ ഭാഷ ഏതാണ്? തമിഴ് ആണ് എന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. അടുത്തത് പ്രാചീന മലയാളത്തെ കുറിച്ചിട്ട് നമ്മൾ ഒരു പോയിന്റും കൂടി പഠിക്കണം മക്കളെ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏത് എന്ന് ചോദിച്ചാൽ, ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് പ്രാചീന മലയാളമാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിച്ച? കൊല്ലൂര്, തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂര് കണ്ണൻമൂലിലാണ് ജനനം. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം പഠിക്കണേ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പന്മനയാണ് കേട്ടോ. പന്മന കൊല്ലം അല്ലെ? പന്മന എവിടെയാ? കൊല്ലത്താണ് അല്ലെ? പന്മന കൊല്ലം. അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പനാണ്. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് സർവ്വവിദ്യാധിരാജ എന്നാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ, ഇതൊക്കെ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ഹിന്ദുക്കൾക്കും വേണം എന്താണ്? വേദപഠനം. ബ്രാഹ്മണരുടെ മാത്രം കുത്തക അവകാശമില്ല എന്ന് പരാമർശിക്കുന്ന കൃതിയാണ് വേദാധികാര നിരൂപണം. ശൂദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് വാദിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് കാരണം ഭാഗ്യമായി എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതി അത് വേദാധികാര നിരൂപണമാണ്. പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചു കൊണ്ടുള്ളതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തെ പ്രവർത്തനത്തെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പിയുടെ കൃതിയാണ് ക്രിസ്തുമത ചേതനം. ആദിഭാഷ. മനുഷ്യ സമുദായത്തിന്റെ ആദ്യഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് പ്രാചീന മലയാളമാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 എന്താണ് പ്രത്യേകത? ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിച്ചു എന്ന്. കേരളത്തിൽ ജീവകാരുണ്യ ദിനം എന്നാണ് ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. ഇത്രയും കാര്യങ്ങൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട്. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? അയ്യങ്കാളി ആ എന്ന അക്ഷരമല്ലേ മക്കളെ? മാസവും ആ എന്ന് തന്നെ കണക്ട് ചെയ്തു കേട്ടോ. ഓഗസ്റ്റ് 28 കേട്ടോ. ഓഗസ്റ്റ് 28 വരുന്നത് ഏതാ? 1863 ഓഗസ്റ്റ് മാസം 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. മറക്കരുതേ. തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരം വെങ്ങാനൂരാണ് അദ്ദേഹത്തിന്റെ ജനനം. നമ്മൾ കുറച്ചു നേരത്തേക്ക് അയ്യങ്കാളിയെ കുറിച്ചിട്ടൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചു. തിരുവനന്തപുരത്ത് വെങ്ങാനൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്താ? അയ്യങ്കാളിയുടെ ബാല്യകാല നാമം എന്താണ്? കാളി ട്ടോ. കാളിയാണ് ബാല്യകാല നാമം. പിന്നെ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. അയ്യങ്കാളിയെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ അതിന് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അതേപോലെ നെടുമങ്ങാട് ചന്തലേഖല, അതിന്റെ ബാലൻസ് നമുക്ക് നോക്കാം. നെടുമങ്ങാട് ചന്തലേഖല നടന്ന വർഷം എപ്പോഴാ? നെടുമങ്ങാട് ചന്തലേഖല അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. 1912 കേട്ടോ. ഓക്കെ, അതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അതായത് അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്ത ലഹള. അതുപോലെ തന്നെ കല്ലുമാല സമരം അല്ലെ? 1915 കല്ലുമാല സമരം. അതിന്റെ മറ്റൊരു പേരാണ് പെരിനാട് ലഹള കേട്ടോ.
പെരിനാട് ലഹള എന്നറിയപ്പെടുന്നതും കല്ലുമാല സമരം എന്നൊക്കെ അറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ് കേട്ടോ. കൊല്ലം ജില്ലയിലാണ് കേട്ടോ പെരിനാട്. കൊല്ലം ജില്ലയിലെ പെരിനാടിലായിരുന്നു പ്രധാനപ്പെട്ട സമര കേന്ദ്രം കേട്ടോ. പിന്നെ നമുക്ക് അയ്യങ്കാളിയെ കുറിച്ചിട്ട്, അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിയാണേ, ഗാന്ധിജി. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്, ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞത്, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് അയ്യങ്കാളി എന്ന് പറഞ്ഞത് നമ്മുടെ EK നായനാർ ആണ് കേട്ടോ. ഇതുകൊണ്ട് EK നായനാർ ആണ് അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയിട്ടാണ് അയ്യങ്കാളി കേട്ടോ. ആളിക്കത്തി, ഇതെല്ലാം പ്രീവിയസ് ആണ് മക്കളെ. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ചെന്താരശ്ശേരി, ആരാണ്? ചെന്താരശ്ശേരി എഴുതിയ അയ്യങ്കാളിയെ കുറിച്ച് എഴുതിയ പുസ്തകം ഏതാണ്? ചെന്താരശ്ശേരി അയ്യങ്കാളിയെ കുറിച്ചിട്ട് എഴുതിയ പുസ്തകമാണ് കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളി. കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്ന പുസ്തകം കേട്ടോ. ചരിത്രം മാറ്റിയ അയ്യങ്കാളി ആരുടെ പുസ്തകമാണ്? ചെന്താരശ്ശേരിയുടെ പുസ്തകമാണ് കേട്ടോ. അവിടെ അത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാലൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ് കേട്ടോ. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം വൈക്കത്താണ് സ്ഥിതി ചെയ്യുന്നത്. വൈക്കം ഹീറോ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ എന്ന് തുലികാനാമത്തിൽ അറിയപ്പെടുന്നത്, പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും EV രാമസ്വാമി നായ്ക്കറാണ്. പഠിച്ചു വെക്കണം കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് പങ്കെടുത്ത ദേശീയ നേതാക്കളിൽ ഒരാളാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും EV രാമസ്വാമി നായ്ക്കറാണ്. സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വേറിട്ട് നിൽക്കുന്നത് VT ഭട്ടതിരിപ്പാട് നമുക്കറിയാം, കേരളത്തിലെ നവോത്ഥാന നായകനാണ്. ഏലിയസ് ചവറ കേരളത്തിലെ നവോത്ഥാന നായകനാണ്. വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ നവോത്ഥാന നായകനാണ്. മഹാദേവ് ഗോവിന്ദ റാനഡേക്ക എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലുള്ളതാണ് അല്ലെ, അദ്ദേഹം ദേശീയ തലത്തിലുള്ളതാണ്. അപ്പൊ അവിടെ വേറിട്ട് നിൽക്കുന്നത് മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം VT ഭട്ടതിരിപ്പാടിന്റേതാണ്. യോഗക്ഷേമ സഭ ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിന്റേതാണ്. യാചനായാത്ര നടത്തിയത്, യാചനായാത്ര സംഘടിപ്പിച്ചത് ആരാണ്? യാചനായാത്ര VT ഭട്ടതിരിപ്പാടാണ് അല്ലെ. അഖില തിരുട്ട് അരുൾനൂല് ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ് അല്ലെ. തുവയൽ പന്തി കൂട്ടായ്മ ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. സ്വാമി കിണറുകൾ സ്ഥാപിച്ചത് അല്ലെ, അത് ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. ഇംഗ്ലീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കണം. അങ്ങനെ നമ്മള് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് അതിന്റെ അനുബന്ധ ഫാക്ട്സുകളും പഠിച്ചു. ഇതിന്റെ ബാലൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നമ്മൾ 2025-ലെയും 24, 23 പിന്നെ 22, 21 ഒക്കെ അറിയാലോ. നമുക്ക് കുറച്ച് എക്സാമുകളെ നടന്നിട്ടുള്ളൂ. അതിലൊന്നും വലിയ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. എന്നാലും അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിച്ചു തരാം കേട്ടോ. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഫാക്ട്സും കൂടി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ കുറച്ചു പേരെങ്കിലും ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനാണെങ്കിലും ചിന്തിച്ചു പോകും. ഇപ്പൊ ഇത് ആ കുറച്ച് ക്ലാസ്സുകളിൽ തരുന്നുള്ളതൊക്കെ എപ്പോഴാ കഴിയാ എന്ന് ചിന്തിക്കും. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. ഇപ്പൊ തന്നെ ഇപ്പൊ പറയുന്നത് ശരിയാണ്, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ച് എല്ലാം സെറ്റ് ആക്കണം. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഒരു 2-3 ഏരിയ ഒക്കെ കഴിയും. ഇപ്പൊ ഞാൻ കേരള ഹിസ്റ്ററി കഴിഞ്ഞതും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും എടുക്കുക. നമുക്ക് എന്താണെന്നറിയാം, മടുപ്പ് ഒരേ ഇന്ത്യ ഹിസ്റ്ററി എടുത്ത് ജോഗ്രഫി എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ ശേഷം കേരള ജോഗ്രഫിയിലേക്ക് കിടക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ഡിസംബർ ഏകദേശം നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വരാനൊക്കെ സാധ്യത എന്നാണ് വിചാരിക്കുന്നത്. അറിയില്ല കേട്ടോ എപ്പോഴാണെന്നുള്ളത്. പക്ഷെ അപ്പോഴേക്കൊക്കെ നമുക്ക് എന്താകും, നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ തറമായിട്ടുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സിലബസ് കഴിയും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാത്സ്
നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് കുറച്ച് ഒരു ദിവസം നിങ്ങൾ ഒരു 20 എണ്ണെങ്കിലും പഠിക്കും. ഒരു മാസത്തിലെ ഒരു 20 ഞാൻ തരാം, ഇടയിൽ കൂടെ ഞാൻ തരാം, കേൾക്കുന്നുണ്ടോ? ഒരു മാസത്തിലെ ഒരു 20 കറണ്ട് അഫയർ വാരി വലിച്ചു പഠിക്കണ്ട, ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്നത് ഒരു 20 എണ്ണം പഠിച്ചു വാ. ഒരു 20 എണ്ണം ഒരു കറണ്ട് അഫയറിന്റെ ഒരു നോട്ട്ബുക്ക് മാറ്റി വെക്കേ. എന്നിട്ട് ഇത് ഏതാ മാസം? ഓഗസ്റ്റ് മാസം അല്ലേ? ഇപ്പൊ ഓഗസ്റ്റ് മാസം 30 ആയിട്ടല്ലോ. ജൂലൈ മാസത്തെ എടുക്ക്. ജൂലൈ മാസത്തേക്ക് എടുത്തിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഒരു 20 ഇന്നൊരു 20 എണ്ണം പഠിക്കുക, നാളെ ഒരു 20 എഴുതി വെക്കണേ. 20 എണ്ണം എഴുതും. ഓഗസ്റ്റ് മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജൂലൈ മാസത്തെ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് നിങ്ങൾ അപ്പോഴേക്കും സെപ്റ്റംബർ മാസം തുടങ്ങില്ല, അപ്പൊ ഓഗസ്റ്റിലെ വാ. ഓഗസ്റ്റിലെ അതേപോലെ സെപ്റ്റംബർ മാസം കഴിയും, ആ 30 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഓഗസ്റ്റിലെ കറണ്ട് അഫയർ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പഠിച്ചു വാ, നിങ്ങൾക്ക് ഭാരം തോന്നില്ല കേട്ടോ. മനസ്സിലായോ? സെപ്റ്റംബർ 30 കഴിയുമ്പോഴേക്കും പഠിച്ചാൽ മതി ഓഗസ്റ്റിലെ കറണ്ട് അഫയർ. കേൾക്കുന്നുണ്ടോ? അതേപോലെ സെപ്റ്റംബർ കഴിഞ്ഞു, നവംബർ ആകും, സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ എത്തുമ്പോൾ ഒക്ടോബർ 30 കഴിയുമ്പോഴേക്കും സെപ്റ്റംബറിൽ മുഴുവൻ പഠിക്കും. 30 ദിവസം കൊണ്ട് ഒരു മാസം കറണ്ട് അഫയർ പഠിക്കാൻ വയ്യേ? കേൾക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഭാരം അനുഭവപ്പെടില്ല. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ നിങ്ങൾ പഠിച്ചിട്ട് വെക്കോ. നമ്മൾ GK വിഭാഗത്തിൽ നിന്നുള്ള മാർക്ക് ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരും, ഞാൻ അത് തീർച്ചയാണ്. ഇപ്പൊ തന്നെ നമ്മൾ വാരി വലിച്ച് ഒരു ദിവസം 4-5 ക്ലാസ്സുകൾ ഇട്ടിട്ട് ഭാരമാക്കി തന്ന എവിടെ ഒരേ ടെൻഷനാവും. ഇപ്പൊ പതിയെ ഇപ്പൊ കേരള ഹിസ്റ്ററി നമ്മുടെ SCRT കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഫുൾ ഈ 4-5 വർഷത്തെ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് പ്രിലിംസിലെ 10 മാർക്ക് നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് കൈവരിക്കും. ആ ലെവല് ക്ലാസ്സുകൾ കൊണ്ടുപോകും കേട്ടോ. ഞാൻ എക്സ്പ്ലനേഷൻ ഒക്കെ ആ രീതിയിൽ തരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ഒരിക്കലും അത്രയും ഇടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ക്ലാസ് ഇടാത്തത്. ഒരിക്കലും നിങ്ങൾക്ക് തരണ്ട, ഇന്നെന്താ ഇടുന്നതെന്ന് അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല മക്കളെ. 2 ദിവസം ഭയങ്കര എന്താ പറയാ, ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഇപ്പൊ റിക്കവർ ആയി, കുഴപ്പമൊന്നുമില്ല. ഓക്കേടാ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് മക്കളെ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തും കേട്ടോ. കുറച്ച് സമയം ഒന്ന് ലെങ്ത് ആവും കേട്ടോ ഇനി അടുത്ത ക്ലാസ്സുകൾ. ബൈ.